ഹലോ, നമ്മൾ 36 സൈസ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടി 2 ഫോൾഡ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 2 ഫോൾഡായിട്ട് മടക്കിയിട്ടിട്ട് ഒരു 15 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ഇതേ സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ ബാക്ക് പോർഷനാണ് ഇത് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇതേ ആദ്യം ഷോൾഡർ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ആം ഹോളും ഒരു സെയിം 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് 36/4, അപ്പോൾ 9 + 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 10.5 ഇഞ്ച്. 9 തയ്യൽ തുമ്പിനായിട്ടൊരു 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇതേ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് കൈക്കുഴി ഒരു 1.25 ഇഞ്ചിൽ കൈക്കുഴി മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയും മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.25 ഇഞ്ച്, 1.25 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.25 എടുത്താൽ മതി. 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യണം. വേസ്റ്റിന് ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8.5 + 1.5 ഇഞ്ച് ടോട്ടൽ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടത് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. നെക്ക് നമ്മളിനി 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ ലെങ്ത്ത് ഒരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അത് ബോക്സാക്കി വരച്ചു കൊടുക്കുക. 3 ഇഞ്ച് വീതിയിലും താഴെ ഇറക്കം 7 ഇഞ്ചിലും കൊടുത്തിട്ട് ഒരു ബോക്സാക്കി വരച്ചിട്ട് അത് നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിൽ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അത് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ സെയിം പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസും മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് തയ്ക്കുന്നത്. അപ്പോൾ 2 ഫോൾഡിൽ ഫ്രണ്ട് ഓപ്പൺ സൈഡ് വരുന്ന ഭാഗത്ത് ഈ സെയിം പീസ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാർക്ക് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഒന്ന് വിട്ടുപോയി. അപ്പോൾ ആ വീഡിയോ ഞാനിതിൽ കൊടുത്തിട്ടില്ല. ആ സെയിം പീസ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 4 ഇഞ്ച് കൊടുക്കാൻ മറക്കരുത്. 4 ഇഞ്ച് നമ്മൾ ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ സെയിം നെക്കെല്ലാം കറക്റ്റ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ആ സെയിം തന്നെ. ഇനി നമുക്ക് ആ 4 ഇഞ്ച് കൊടുക്കാൻ മറക്കരുത്. 4 ഇഞ്ച് ഇവിടെ അവിടെ കൊടുക്കാനുള്ളതാണ്. ആ 4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിംഗ് വരുന്നുണ്ട്. അതിനു മുമ്പ് ഇതേ കൈക്കുഴി ഒന്ന് 4 ഇഞ്ച് കുഴിച്ചു കൊടുക്കുക. കുഴിച്ച് വരയ്ക്കുക. ഓക്കെ, 4 ഇഞ്ച് കുഴിച്ച് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇനി പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിംഗ് വരുന്നത് താഴെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെയും അകലം 3.5 ഇഞ്ച് തന്നെ എടുക്കണം. 3.5 ഇഞ്ച് തന്നെ എടുത്തിട്ട് മാർക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ട് അത് പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിങ് ചെരിച്ച് അങ്ങനെ വരച്ചു കൊടുക്കുക. ആം ഹോള് അവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ അവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻ്റ് ചെരിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിങ്. പിന്നീട് വരുന്ന മാർക്കിങ് എന്താണെന്ന് വെച്ചാൽ താഴെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്രിൻസസ് കട്ടിൻ്റെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിലോട്ടൊരു 2 ഇഞ്ചും എന്നിട്ട് ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് ചെരിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ കട്ടിങ് വരുമ്പോൾ അവിടെ ജോയിൻ ചെയ്യാനുള്ളതല്ലേ, ജോയിൻ ചെയ്യാനായിട്ട് കുറച്ച് പോർഷൻ ഒരു 3/4 ഇഞ്ച് ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക. 3/4 ഇഞ്ച്, ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ താഴെയും സെയിം ആയിട്ട് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 3/4 ഇഞ്ച് നമ്മൾ ജോയിനിങ്ങിന് പോവില്ലേ, ആ 3/4 ഇഞ്ച് അവിടെയും അത് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നീട് ആ പ്രിൻസസ് കട്ടിൻ്റെ 1 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ലേ, ആ 1 ഇഞ്ച് പോയിൻറ്റും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ജോയിൻ ചെയ്യുക.
ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക സൈഡ്. ഓക്കെ, ജോയിൻ ചെയ്തത് വരച്ചു കൊടുക്കാം. പിന്നെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1/4 ഇഞ്ച് നമ്മൾ കുഴിച്ച് വരച്ചു കൊടുത്തത് അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, പിന്നീട് നമ്മൾ ഒരു 1/4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തില്ലായിരുന്നോ, അതും കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. 1/4 ഇഞ്ച് അതും നോക്കി ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തത് ശ്രദ്ധിച്ച് അതും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ മാർക്കിംഗ് ആണ്. അതിന് വേണ്ടി 4 ഫോൾഡിലെ ഫാബ്രിക് മടക്കി വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് ഒരു 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് 8 ഇഞ്ച്, വിഡ്ത്ത് ഒരു 8.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2 പോയിൻറ്റും സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ട് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴേക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി കൈവണ്ണം മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ച് കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 2 പോയിൻറ്റും ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ആ 8 ഇഞ്ചും ആ 3.5 ഇഞ്ചും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് എത്രയുണ്ട് നോക്കാം. 9.2 കിട്ടുന്നുണ്ട്. അതിൻ്റെ ഹാഫ് കാണാം. അപ്പോൾ 4.6 കിട്ടുന്നുണ്ട്. അത് മാർക്ക് ചെയ്യുക, അതായത് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്ന് 1/4 ഇഞ്ച് മുകളിലോട്ടും 1/4 ഇഞ്ച് താഴത്തേക്കുമായിട്ട് വരച്ചു കൊടുക്കാം. ഇതിൽ കാണുന്ന പോലെ 1/4 ഇഞ്ച് മുകളിലോട്ടും ഒരു 1/4 ഇഞ്ച് താഴത്തേക്കും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് മുകളിലോട്ടും 1/4 ഇഞ്ച് താഴത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ മാർക്കിങ്. എന്നിട്ട് ഇതേ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഹുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി 2 പീസ് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയിലും 2.5 ഇഞ്ച് വീതിയിലുള്ള 2 പീസ്. അതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ചാണ് കേട്ടോ, 9.5 ഇഞ്ച്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും താഴെ മടക്കി തുന്നാനായിട്ട് 2 പീസ് വേണം. അതിന് 20 ഇഞ്ച് നീളത്തിലും ഒരു 1.25 ഇഞ്ച് വിട്ടിലുള്ള 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, 2 പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് ഫാബ്രിക് എല്ലാം വെച്ചിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം ഈ സ്ലീവും ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം വെച്ചിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 36 സൈസ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ. താങ്ക് യു.